ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിൽ പ്രതികൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിന് മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചതായി സംശയം. പിടിയിലായ മുഖ്യപ്രതി സുൽത്താൻ അക്ബർ അലിക്ക് 5ലധികം മൊബൈൽ ഫോണുകളുണ്ട്. ഈ ഫോൺ നമ്പറുകൾ ഒന്നും ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിക്കാത്തവയുമാണ്. 6 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് വിദേശത്തു നിന്ന് എത്തിച്ചുവെന്നാണ് വാട്സാപ്പ് ചാറ്റുകളിലൂടെ എക്സൈസിന് ലഭിച്ച വിവരം. എന്നാൽ ബാക്കി 3 എവിടെയെന്നും കണ്ടെത്തേണ്ടതുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ആദ്യം പിടിയിലായ തസ്ലീമ സുൽത്താനയുടെ ഭർത്താവാണ് കേസിലെ 3ാം പ്രതിയായ സുൽത്താൻ അക്ബർ അലി. മലേഷ്യയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചിരുന്നത് ഇയാളാണെന്ന് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ പ്രതികൾ നടത്തിയിരുന്നത് മറ്റാരുടെയോ ബാങ്ക് UPI അക്കൗണ്ടുകൾ വഴിയാണെന്നാണ് സംശയം. ഇക്കാര്യം അന്വേഷണ സംഘം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇടപാടിലെ മുഖ്യകണ്ണിയായ സുൽത്താൻ അക്ബർ അലിക്ക് 5ലധികം മൊബൈൽ ഫോണുകളുണ്ട്. എന്നാൽ ഇവയിൽ ഒന്നുപോലും ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ചിട്ടില്ല. ഇതാണ് മറ്റു ചിലരുടെ അക്കൗണ്ടുകൾ ഇവർ ഉപയോഗിച്ചിരിക്കാമെന്ന സംശയത്തിന് കാരണം. ഇതാരാണെന്ന് കണ്ടെത്താനും എക്സൈസ് ശ്രമിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് ആർക്കു വേണ്ടിയാണെന്ന് പ്രതികൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. വിശദമായ ചോദ്യം ചെയ്യലിൽ ആർക്കു വേണ്ടി ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചു എന്നതിന് എക്സൈസ് ഉത്തരം തേടും. 6 കിലോ കഞ്ചാവ് വിദേശത്തു നിന്ന് എത്തിച്ചുവെന്നാണ് പിടിയിലായവരുടെ വാട്സാപ്പ് ചാറ്റുകൾ നൽകുന്ന സൂചന. ആലപ്പുഴയിൽ പിടികൂടിയത് 3 കിലോയാണ്. ബാക്കി എവിടെയാണെന്നും കണ്ടെത്തേണ്ടതുണ്ട്. പിടിയിലായ സുൽത്താൻ അക്ബർ അലി, തസ്ലീമ, ഫിറോസ് എന്നിവരുടെ ഫോണുകളിലെ കോൾ വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. അതിനുശേഷമായിരിക്കും ഈ നമ്പറുകളിലെ വാട്സാപ്പ് സന്ദേശങ്ങൾ വീണ്ടെടുക്കുക. ഈ ആഴ്ച 3 ദിവസങ്ങൾ അവധിയായതിനാൽ പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള അപേക്ഷ അടുത്തയാഴ്ചയാകും കോടതിയിൽ നൽകുക. കസ്റ്റഡിയിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമേ നടന്മാരടക്കം സിനിമാ മേഖലയിലുള്ളവർക്ക് നോട്ടീസ് നൽകൂവെന്ന് എക്സൈസ് അറിയിച്ചു. ജനം, ആലപ്പുഴ.